ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരം. കൊതിച്ച പുമാൻ കൊതിച്ച സ്ത്രീ കൊതിച്ച ഉഭയമന്നതി. ഭാഗവതം പറയാണ്, ഒന്നുകിൽ പെണ്ണ് അല്ലെങ്കിൽ ആണ്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പുനരഭിജനനം. കാമാന്യകാമയതേ മന്യമാന സകാമവിർജായതേ തത്ര തത്ര. ഓരോ കാമങ്ങൾ മനസ്സിൽ വെച്ച്, ആഗ്രഹങ്ങൾ വെച്ച് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലൂടെ യാത്ര ചെയ്യുന്നു. ഇനി നമ്മൾ അനുവദിക്കരുത്. ശരീരങ്ങൾ എടുത്തോട്ടെ, പക്ഷേ ഒരു തളർന്ന ജീവിതം നമുക്കൊരിക്കലും ഉണ്ടാവരുത്. അതിനെന്ത് വേണം? നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടു പോകണം. ശ്രീമദ് ഭാഗവതത്തില് പഞ്ചമസ്കന്ധമാണ് നമ്മൾ കടക്കുന്നത്. ഈ പഞ്ചമസ്കന്ധത്തിന് വേദവ്യാസ മഹർഷി ലക്ഷണം പറയാ. ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ പഞ്ചമസ്കന്ധം പറയുന്നത്, എന്തിനാണ് ഈ പഞ്ചമസ്കന്ധത്തിലെ കഥകളൊക്കെ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ വേദവ്യാസ മഹർഷി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്ഥാനം എന്നൊരു കാര്യം പറഞ്ഞു തരാറാണ്. സ്ഥാനം എന്ന് പറഞ്ഞാൽ പൊസിഷൻ, ലെവൽ. എന്തിൻ്റെ സ്ഥാനമാണ് ഇവിടെ പറയുന്നത്? നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ സ്ഥാനം. എവിടെയാണ് നമ്മുടെ മനസ്സ് നമ്മൾ വെക്കേണ്ടത് എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ വെച്ചിരിക്കുന്ന സ്ഥാനം എവിടെയാണ്? ഇനി ശരിക്കും നമ്മൾ എവിടെയാണ് വെക്കേണ്ടത്? ഓരോ സാധനങ്ങൾ നിങ്ങൾ വീട്ടിൽ വെക്കുമ്പോൾ അതിൻ്റേതായുള്ളൊരു സ്ഥാനം വെക്കും. ഇപ്പോൾ അടുക്കളയിലാണെങ്കിൽ അമ്മമാർക്കറിയാം ചായപ്പൊടി എവിടെ വയ്ക്കണം, അത് എവിടെ വയ്ക്കണം, ഇതെവിടെ വയ്ക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഈവൻ ഭക്ഷണം വിളമ്പുമ്പോൾ പോലും ഓരോ പദാർത്ഥങ്ങൾക്കും ഓരോരോ, പപ്പടം വിളമ്പുന്നത് എവിടെ, അച്ചാറ് വിളമ്പുന്നത് എവിടെ, പുറത്തപ്പേരി, ശർക്കരപ്പേരി, ഉപ്പേരി, അപ്പേരി, പേരി, പേരി ഒക്കെ ഓരോന്നിനും ഓരോരോ സ്ഥാനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഉടുക്കുന്ന വസ്ത്രം തന്നെ നോക്കൂ, സ്ഥാനം മാറിയ അപകടമല്ലേ? താഴെ ഉടുക്കുന്നത് മുകളിൽ, മുകളിൽ ഉടുക്കുന്നതൊക്കെ താഴെ ആയി കഴിഞ്ഞാൽ അപകടമാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ സ്ഥാനമുള്ളതുപോലെ മനസ്സിനും ഒരു സ്ഥാനമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എന്ത് പറയാം, നമ്മുടെ മനസ്സ് എവിടെയാണ് വെക്കേണ്ടതെന്ന് ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല. എല്ലാവരും ബാഹ്യമായൊക്കെ പറയുന്നുണ്ട്. സദ്യക്ക് എവിടെയൊക്കെ വിഭവം വിളമ്പേണ്ടതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ എവിടെയൊക്കെ വെക്കണം, വീട്ടിലെവിടെ എന്തൊക്കെ അലങ്കരിക്കണം, അതിന് ആർക്കിടെക്ട്മാരുണ്ട്. അതുപോലെ എല്ലാറ്റിനും ഒരു പറഞ്ഞു തരാൻ ആളുണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ ഹൃദയം എവിടെ ഉണ്ട്, ഹാർട്ട് എവിടെ ഓരോ സാധനങ്ങളിൽ കിഡ്നി, ചട്നി ഒക്കെ ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. അപ്പം ഈ സാധനങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത് പ്രകൃതി നിശ്ചയിച്ചിട്ട്. പക്ഷേ ആരും പറഞ്ഞു തരുന്നില്ല ഏതിൻ്റെ സ്ഥാനം, മനസ്സിൻ്റെ സ്ഥാനം. അത് പറഞ്ഞു തന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? അത് പറഞ്ഞു തന്നില്ലെങ്കിൽ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് സുഖം വരുമ്പോൾ ഉയരും, ദുഃഖം വരുമ്പോൾ താഴും. ഇത്രയേ ഉള്ളൂ ജീവിതം. പലരും പറയണത് ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങളാണ്. പലരോടും ചോദിച്ചു നോക്കൂ, നിങ്ങൾ എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും അങ്ങനെ ഒന്നിയും തള്ളിയും പോകുന്നു, ചിലർ പറയും തരക്കടില്ല എന്ന്, ചിലർ പറയും മഹാമോശം, ചിലർ പറയും തലയിലെഴുത്ത് എന്ന്, ചിലർ പറയും ഇനി എഴുതാൻ പോകണേ ഉള്ളൂ എന്ന്. ഇങ്ങനെ ഓരോരുത്തർക്കും ജീവിതത്തെക്കുറിച്ച് അവരവരുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഉണ്ടോ? നിങ്ങൾ ഋഷിമാരോട് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? അവർ പറയണു, ജീവിതം എന്ന് പറയുന്നത് അനുഗ്രഹം മന്യമാന. ജീവിതം എന്താണ്? അനുഗ്രഹമാണ്. അവർ കാണുന്നത് മുഴുവൻ അനുഗ്രഹമാണ്. മനസ്സിലായില്ലേ? എല്ലാ സമ്പത്തും സമൃദ്ധിയും നഷ്ടപ്പെട്ടിട്ടും, എല്ലാ സുഖങ്ങളും നഷ്ടപ്പെട്ടിട്ടും മഹാബലി പറയാണ്, ഈശ്വരൻ്റെ അനുഗ്രഹം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, എൻ്റെ മനസ്സെനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ കയ്യിലുള്ളത് പോയിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ മനസ്സെനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കൂ. ഒരു പണം നഷ്ടപ്പെട്ടു പോയ ഒരാൾ പറയാം എൻ്റെ പണം പോയി. ഭർത്താവ് മരിച്ച സ്ത്രീ പറയാം ഭർത്താവ് പോയി. ആരോഗ്യം പോയ ഒരാൾ പറയാം എൻ്റെ ആരോഗ്യം പോയി. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും പറയണത് എന്തെല്ലാം പോയാലും എൻ്റെ മനസ്സ് പോയിട്ടില്ല, എൻ്റെ മനസ്സെനിക്കിപ്പോഴും നഷ്ടപ്പെട്ടില്ല, അതെൻ്റെ കൂടെയുണ്ടെന്ന്? ആ പറയുന്നത് കുറച്ചുകൂടി ശ്രേഷ്ഠമല്ലേ? ആണോ അല്ലയോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അത് പറയണമെങ്കിൽ നമുക്ക് ആത്മീയമായി മനസ്സിനെ ഉയർത്തണം. അവർക്കേ അത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഉയർത്തുന്ന, ആ സ്ഥാനത്തിലേക്ക് ഉയർത്തുന്ന കുറേ കഥകളാണ് പഞ്ചമസ്കന്ധത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പം ഈ പഞ്ചമസ്കന്ധം കഥ
ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ സ്വയംഭൂവ മനുവിൻ്റെ ആ കഥ പറഞ്ഞുവല്ലോ, അത് ഓർക്കണം. ഭാഗവതത്തിൻ്റെ ഒരു തുടക്കം അവിടെ നിന്നാണ്. സ്വയംഭൂവ മനു, അദ്ദേഹത്തിൻ്റെ 3 പത്നിമാർ ആണോ, ഒരു ഭാര്യയും 5 മക്കളും, അതിൽ 3 പെൺകുട്ടികൾ 2 ആൺകുട്ടികൾ. അങ്ങനെയാണ് കഥ മാറിപ്പോകരുത്. അതിൽ ഒരു ആൺകുട്ടിയാണ് പ്രിയവ്രതൻ. ഈ പ്രിയവ്രതൻ്റെ കഥകളാണ് 5-ാമത്തെ സ്കന്ധത്തിൽ. അപ്പോൾ ഈ പ്രിയവ്രതൻ ആദ്യമൊന്നും കല്യാണം കഴിക്കില്ല എന്ന് നിശ്ചയിച്ചു. പിന്നെ കല്യാണം കഴിച്ചു. വേണ്ടാന്ന് പറഞ്ഞ ആളാണ് പിന്നെ 2 കെട്ടിയിട്ടാണ് നിർത്തിയത്. അങ്ങനെ 2 കല്യാണത്തെ കുട്ടികളൊക്കെ ഉണ്ടായി. നോക്കൂ, ഈ ഭാഗവതത്തിൻ്റെ 5-ാം സ്കന്ധത്തിൽ വളരെ മനോഹരമായ ചില പ്രയോഗങ്ങളുണ്ട്. ഈ പ്രിയവ്രതൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഭൂമി മുഴുവൻ കറങ്ങിയത്രേ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഭൂമി എന്ന് പറയുന്നത് സപ്തദ്വീപ, ഭാഗവതത്തിലെ വാക്കുകളാണ്. സപ്തദ്വീപ, സപ്തസാഗര, 7 ദ്വീപുകളാണ് ഇവിടെ ഉള്ളത്, 7 കടലുകളാണുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഈ ഭൂമിയൊക്കെ കാണാൻ ഉരുണ്ടതാണെന്നും ഇതൊക്കെ കാണുന്നതിന് മുമ്പ് ധ്യാനത്തിലൂടെ തൻ്റെ മനസ്സിനെ വ്യാപരിപ്പിച്ച് ഈ ഭൂമി എങ്ങനെയാണെന്ന് കണ്ടെത്താൻ നമ്മുടെ പൂർവികന്മാർക്ക് പണ്ട് സാധിച്ചിരുന്നു. ഭൂമിയുടെ മഹത്വം, അതിൻ്റെ ബൃഹത്വം മനസ്സിലാക്കിയവർ. അങ്ങനെ ഭൂമിയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം രാജ്യമൊക്കെ ഭരിച്ച് മക്കൾക്ക് കൊടുത്ത് ഒരു ദിവസം എല്ലാം വിട്ട് കാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് തൻ്റെ മനസ്സിനെ ഉയർത്തി, മനസ്സിനെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ച ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ പ്രിയവ്രതൻ്റെ പുത്രനായി അഗ്നീന്ദ്രൻ്റെ പുത്രനായി വരുന്ന ഒരു പുത്രനാണ്, അദ്ദേഹത്തിന് കിട്ടിയ പുത്രനാണ് ഭഗവാൻ മറ്റൊരു രൂപത്തിൽ അവതരിക്കുന്നത്. ആ അവതാരത്തിൻ്റെ പേരാണ് ഋഷഭാവതാരം. ആരാണ് ഇത്? ഭാഗവതത്തിൽ വരുന്നു 3ാം അധ്യായത്തിൽ. ആ ഋഷഭൻ്റെ പുത്രന്മാർ, അദ്ദേഹത്തിന് 100 കുട്ടികളാണ്. എങ്ങനെയാണ് 100 കുട്ടികളുണ്ടായതെന്ന് അറിയില്ല, പക്ഷെ 100ഓളം മക്കളുണ്ട് എന്നാണ് കഥ. 100 എന്നൊക്കെ പറയുന്നത് ഇത്തിരി എക്സാഗ്രേഷൻ ആയിരിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ്റെ പേരായിരുന്നു ഭരതൻ. ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയ കാലശേഷം ആണ് അത്രേ ഈ രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നൊക്കെ അറിയപ്പെട്ടത്. പിന്നെ ഉള്ള സഹോദരന്മാരിൽ 9 പേര് വലിയ മഹാത്മാക്കളായിരുന്നു. അവരുടെ പേര് പറയുന്നുണ്ട്: കവി, ഹരി, അന്തരീക്ഷ, പ്രബുദ്ധ പിപ്പലായന, ആവിർഹോത്ര, ദ്രുമിള, ചമസ, കരപാചന. ഇവരെക്കുറിച്ച് ഏകാദശ സ്കന്ധത്തിൽ വളരെ ഗംഭീരമായിട്ട് ഒരു ഉപാഖ്യാനമുണ്ട്, നിമി നവയോഗി സംവാദം. അപ്പം നമുക്കത് നോക്കാം. അതിൽ ഈ 100 മക്കൾ, 100 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇത്തിരി എക്സാഗ്രേഷൻ ആയിരിക്കാം, പക്ഷേ ഈ എല്ലാ മക്കളെയും അച്ഛൻ തന്നെ മാനസികമായി പരിവർത്തനം വരുത്തിയെടുക്കുകയാണ്. അച്ഛൻ ദിവസവും വീട്ടിൽ സത്സംഗം ചെയ്യും, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛൻ. എന്താ അച്ഛൻ മക്കൾക്ക് പറഞ്ഞു കൊടുത്തത്? ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് ഭാഗവതം പറയുന്നത്. 5ാം സ്കന്ധത്തിലെ 5ാമോധ്യായം. ഒരു അച്ഛൻ മക്കൾക്ക് ജീവിതം പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊരു മനോഹര ഭാഗമാണെന്നറിയോ? ഇതിനെ പറയും പിതൃ ഉപദേശം. ഒരു പിതാവ് മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. നിങ്ങളുടെ കുട്ടികളോടൊക്കെ ഇതൊക്കെയാണ് പറയേണ്ടത്. വളരെ മനോഹരമായി കൊണ്ടത് വർണ്ണിക്കുകയാണ്. നായം ദേഹോ ദേഹഭാജം നൃലോകേ കഷ്ടാൻ കാമാനർക്കദേ വിഡ്ഭുജം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ഏനസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. കുട്ടികളോട് പറയുന്നു, നായം ദേഹോ ദേഹഭാജം നൃലോകേ. കുട്ടികളെ, ഈ മനുഷ്യ ശരീരം കൊണ്ടുണ്ടല്ലോ, ഈ മനുഷ്യ ശരീരത്തിന് കുറേ സുഖം തരാൻ പറ്റും. നായം ദേഹോ ദേഹഭാജം നൃലോകേ കാമാൻ. കാമങ്ങളൊക്കെ ഈ ദേഹത്തിന് തരാൻ പറ്റും, കുറേ സുഖങ്ങൾ തരാൻ പറ്റും. കല്യാണം കഴിക്കണോ, മക്കളുണ്ടാവണോ, ഇതൊക്കെ ദേഹത്തിലൂടെ കിട്ടുന്ന സുഖങ്ങളാണ് അല്ലേ? ഭക്ഷണം കഴിക്കണോ, കേൾക്കണോ, ഇതൊക്കെ ശരീരത്തിലൂടെ കിട്ടുന്ന സുഖങ്ങളാണ്. പക്ഷേ മനസ്സിലാക്കണം, മനസ്സിന് ഈ സുഖം മാത്രമല്ല അനുഭവിക്കാൻ പറ്റുക. ഇതാണ് ഇന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ സുഖം എന്ന് പറയുന്നത് കേവലം ശരീരത്തിലൂടെ മാത്രം കിട്ടുന്നത് മാത്രമല്ല, ഇനിയും ഒരു സുഖമുണ്ട്. അതേത് സുഖം? ബ്രഹ്മസൗഖ്യം തു അനന്തം. ഏത് സുഖം? ബ്രഹ്മസുഖം. ഒരുപക്ഷെ ലോകത്തിൽ ഈ സുഖത്തെക്കുറിച്ച് പറഞ്ഞവരാണ് നമ്മുടെ ഭാരത ഋഷിമാർ. ഏതു സുഖം? ബ്രഹ്മസുഖം.
ഉറക്കത്തിലെ സുഖം നമുക്കറിയാം, ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള സുഖം അറിയാം, പരദൂഷണം പറയുന്ന സമയത്തുള്ള സുഖം അറിയാം, സീരിയൽ കാണുമ്പോഴുള്ള സുഖം നമുക്കറിയാം, ഉണ്ടോ? ഒരു സംഗീതം കേൾക്കുമ്പോഴുള്ള സുഖം നമുക്കറിയാം, കാണുന്ന സുഖം, തൊടുന്ന സുഖം, എന്തെല്ലാം സുഖങ്ങൾ അല്ലേ? ഈ സുഖങ്ങളൊക്കെ മനസ്സിന് അനുഭവിക്കാൻ സാധിക്കുന്ന പോലെ മനസ്സിന് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മറ്റൊരു സുഖമാണ് ഏത്? അതനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? തപോ, ദിവ്യം തപോ. എന്ത് വേണം? ഇത്തിരി തപസ് വേണം. എന്താ വേണ്ടത്? തപസ് വേണം. അല്ല സ്വാമി, അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് പോകണം എന്നാ പറയുന്നത്? എന്നിട്ട് എന്ത് വേണം? കാട്ടിൽ പോയിരുന്ന് ഇങ്ങനെ കണ്ണ് അടച്ചും കണ്ണിരുന്നാൽ ബ്രഹ്മസുഖം വരുമോ? ബ്രഹ്മസുഖം ഒന്നല്ല വരിക. പിന്നെ വരുന്നത് ഭ്രാന്ത് സുഖം വരും. കാരണം വല്ല പാമ്പോ വല്ലതൊക്കെ എങ്ങനെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ സുഖം വരുമോ? അപ്പം ഈ സുഖം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. എന്താണ് ഈ ബ്രഹ്മസുഖം? അതെങ്ങനെ കിട്ടും? കുട്ടികളോട് പറയണോ? മഹത്സേമം ദ്വാരമാഹുർവിമുക്തേ തമോദ്വാരം യോഷിതം സംഗിസംഗം മഹാന്തസ്തേ സമചിത്ത പ്രശാന്ത വിമന്യവസുഗതസാദവോയേ. ഉണ്ണികളെ, മഹത്സേവാം. എന്ത് വേണം? ഈ കാര്യങ്ങൾ പഠിക്കണം. എന്താണ് ബ്രഹ്മസുഖം എന്ന് മഹാത്മാക്കളിൽ നിന്ന് പഠിച്ചെടുക്കണം. നിങ്ങൾ വെറും ജീവിതം ഇങ്ങനെ നയിച്ചാൽ പോരാ, കുറച്ചൊക്കെ മഹാത്മാക്കളുമായൊരു സമ്പർക്കമൊക്കെ വേണം കുട്ടികളെ. അപ്പോഴേ നിങ്ങൾക്ക് ഏത് സുഖത്തെ മനസ്സിലാവുള്ളൂ? ബ്രഹ്മസുഖത്തെ. ആളുകൾ ഏതൊക്കെ സുഖം മനസ്സിലാക്കണതെന്ന് അറിയില്ലല്ലോ. പണ്ട് രാമകൃഷ്ണ പരമഹംസരുടെ കാലഘട്ടത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ ഗുരുവായിരുന്നു രാമകൃഷ്ണ പരമഹംസർ. അപ്പം അദ്ദേഹം ഇങ്ങനെ സത്സംഗം എടുക്കും. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ രാമകൃഷ്ണ പരമഹംസർ വളരെ ഹാപ്പി, എപ്പോഴും വളരെ സന്തോഷത്തിലാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇദ്ദേഹം ചോദിച്ചു, ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട്, അങ്ങേക്ക് ഇവിടുന്ന് ഈ സുഖം കിട്ടണതെന്ന് രാമകൃഷ്ണ പരമഹംസർ എടുത്ത്. ഇപ്പം രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, കുട്ടി, ഈ സുഖത്തിൻ്റെ പേരാണ് സച്ചിദാനന്ദം എന്ന്. ഈ സുഖത്തിൻ്റെ പേരാണ് സച്ചിദാനന്ദം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഈ സുഖം കിട്ടാൻ എവിടെ, ഏത് കടയിലാണ് കിട്ടുകയെന്ന്? പറഞ്ഞ, കടയിലോ? അല്ല, എവിടെയാ കിട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്കും ഒന്ന് ലേശം അനുഭവിക്കണം എന്നൊക്കെ മോഹമുണ്ടെന്ന് പറഞ്ഞോ. അന്വേഷിക്കൂ, കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ അന്വേഷിക്കാൻ തുടങ്ങി ചെറുപ്പക്കാരൻ. പിറ്റേ ദിവസം ഇയാൾ സത്സംഗത്തിന് വരുന്നത് ലേശം മറ്റവനകത്താക്കിയിട്ട. അപ്പോൾ നല്ല ലഹരിയിലായിരിക്കണത്. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ എന്തെങ്കിലും പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കും. കുറേ കഴിഞ്ഞ് എല്ലാവരും പോയി, ഇയാൾ എണീക്കണില്ല. രാമകൃഷ്ണ പരമഹംസർ എടുത്തെത്തിയിട്ട് പറഞ്ഞു, കിട്ടിയിട്ടോ? അങ്ങ് പറഞ്ഞ സുഖം എനിക്ക് കിട്ടി. രാമകൃഷ്ണൻ ചോദിച്ചു, ഏത് സുഖം എന്ന്? അല്ല, അങ്ങ് സച്ചിദാനന്ദ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കിട്ടിയെന്ന്. എന്ത് സച്ചിദാനന്ദ കിട്ടിയെന്ന് പറയണത്? അല്ല, അങ്ങ് പറഞ്ഞില്ലേ എന്ത്? അല്ല, എനിക്ക് സത്ത് അകത്തി എന്നപ്പോൾ ചിത്തത്തിനൊരു ആനന്ദം കിട്ടിയത്രേ. അതാണ് അയാളുടെ സച്ചിദാനന്ദം. അയാളുടെ സച്ചിദാനന്ദം സത്ത് അകത്തി എന്നപ്പോൾ ചിത്തത്തിന് കിട്ടിയ ആനന്ദമാണ് അയാളുടെ സച്ചിദാനന്ദം. രാമകൃഷ്ണ പരമഹംസർ നമസ്കരിച്ചു. എവിടെ കിടക്കണോ സച്ചിദാനന്ദം? എവിടെ കിടക്കണോ ഈ സത്തെന്ന് കിട്ടുന്ന ആനന്ദം? നോക്കൂ നിങ്ങൾ, ലോകം എങ്ങോട്ടാണ് ഓടുന്നത് എന്നുള്ളത്. അവർ സുഖമെന്ന് പറയുന്നത് ഒരു കള്ളിലാണ്, ഒരു വസ്തുവിലാണ്, ഒരു വ്യക്തിയിലാണെന്ന് കരുതി അവരോടുമ്പോൾ അറിയുന്നില്ല ഇത് സുഖത്തിലേക്കല്ല നയിക്കുന്നത്, ഇത് മാനസികമായ തളർച്ചയിലേക്കാണ്. നാളെ അവർ തളരുകയാണെന്ന് പാവം അറിയുന്നില്ല. ഈ ശ്ലോകത്തിൽ വരും വളരെ മനോഹരമായിട്ട്. ആളുകളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണമെന്നാണ്. ലോകസ്വയം ശ്രേയസി നഷ്ടദൃഷ്ടി യോ വർത്തൻ സമീഹേത നികാമകാമ അന്യോന്യവൈര്യസുകലേശഹേതോ അനന്തദുഃഖം നജവേദമൂഢ. 10,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ്. മൂഢൻ അറിയുന്നില്ല ഈ സുഖം അവരെ കൊണ്ടെത്തിക്കുന്നത് അനന്തദുഃഖം. എവിടെയാണ്? അനന്തമായ ദുഃഖം. കാണുന്നില്ലേ? കള്ളുകുടിച്ചും വേണ്ടാധീനങ്ങൾക്കൊക്കെ പോയി മാനസികമായി ശാരീരികമായി തളർന്നവരെ കാണുന്നില്ലേ ചുറ്റും? ഉണ്ടോ ഇല്ലയോ? ഇത് നമ്മുടെ മുന്നിൽ പത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നു, നമ്മൾ ടി വിയിൽ കാണുന്നു, അവസാനം രോഗികളായി ആശുപത്രികളിൽ കാണുന്നു ഇല്ലേ? കുടിച്ച് നശിപ്പിക്കുന്ന എത്രയോ ആളുകളില്ലേ? ഉണ്ടോ ഇല്ലയോ?
സ്വന്തം ശരീരത്തിലെ മാത്രമാണ് സുഖമെന്ന് കരുതി ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്തി സ്വന്തം ജീവിതത്തെ താറുമാറാക്കുന്നവരൊക്കെ ഈ ഭാഗവതത്തിൽ 10,000 വർഷം മുമ്പ് എഴുതി വച്ചിരിക്കുകയാണ് വേദവ്യാസ മഹർഷി. ആളുകൾ ശ്രേയസ് എന്തെന്നറിയാതെ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അന്ധമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്, ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇത് നിങ്ങൾ വിചാരിക്കേണ്ട കള്ളുകൂടിയന്മാരെ കുറിച്ചാണ്. നല്ലൊരു സമയം അടുത്ത വീട്ടിൽ പോയിട്ട് വല്ല കുറ്റവും പറഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ? നല്ലൊരു സമയം ആ ടി വിയിലെ പൊട്ട സീരിയൽ കണ്ട് സമയം കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ആളുകൾ എന്താ നോക്കൂ, വലിയ സത്യമായി കാണുന്നു ആ സീരിയലിനെ. ഇവൻ അവളുടെ പിന്നാലെ പോകുന്നു, അവൾ ഇവൻ്റെ പിന്നാലെ പോകുന്നു. ആരാരുടെ പിന്നാലെ പോയി, ആരാരുടെ ഭാര്യ, ആർക്കും അറിയില്ല. ഇത് കഷ്ടം തോന്നും ആളുകൾ ഇങ്ങനെ ഇതിലൊക്കെ അഡിക്റ്റഡായി കാണുമ്പോൾ. എന്നിട്ട് അമ്പലത്തിലൊക്കെ വന്നാലുണ്ടല്ലോ, ദീപാരാധന സമയത്ത് അവർക്കിതാണ് കാര്യം. അടുത്ത് നിൽക്കുന്ന ആളോട് എന്നിട്ട് മീനാക്ഷി എങ്ങോട്ടാണ് പോയതെന്ന്. നാട്ടിലത്തെ മീനാക്ഷിയല്ല, സീരിയലിലെ മീനാക്ഷി. ഇവർക്ക് എന്ത് കാര്യമുണ്ടതിൽ? നോക്കൂ നിങ്ങൾ, ആളുകളുടെ ആ മനസ്സെവിടെ എത്തി. ആ ടി വി വന്നതിന് ശേഷം നമ്മുടെ സംസ്കാരത്തിന് വലിയൊരു മാറ്റം. സന്ധ്യയ്ക്ക് നാമജപം പോയി കിട്ടി ഉണ്ടോ? കുട്ടികളൊക്കെ കാർട്ടൂണിൽ പെട്ടു, അമ്മമാരൊക്കെ സീരിയലിൽ പെട്ടു. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിക്കുകയാണ്, സ്വാമിജി ഈ ടി വിയുടെ മുന്നിൽ നിന്ന് മുത്തശ്ശിയെ മാറ്റാൻ വല്ല മന്ത്രമുണ്ടോ എന്ന്. കുട്ടി ചോദിച്ചതാ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയടാ കുട്ടാന്ന്. പറയണ, എനിക്ക് കാർട്ടൂൺ കാണാൻ പറ്റില്ല, കാരണം ഈ സീരിയലിൻ്റെ മുന്നിലാണ് ഈ അമ്മ വന്നിരിക്കുന്നത്. പറയുമ്പോൾ റിട്ടയേർഡ് ടീച്ചറും. ഞാൻ പറഞ്ഞു, ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ, പ്ലഗ് ഊരി വയ്ക്കുക എന്നുള്ളത്, അല്ല വേറെ മന്ത്രമില്ല അതിന്. ആദ്യം ഞാൻ വേറൊരു മന്ത്രം പറഞ്ഞു കൊടുത്തു, റിമോട്ട് ഒളിപ്പിച്ച് വെക്കാൻ. അപ്പം പറയും, റിമോട്ട് വിട്ടാലല്ലേ ഒളിപ്പിക്കാൻ പറ്റുള്ളൂ, എപ്പോഴും അരയെ തിരികൊണ്ട് നടക്കണം മുത്തശ്ശി, എന്നാലല്ലേ ഒളിപ്പിച്ച് വെക്കേണ്ട പ്രശ്നമുള്ളൂ. അനി അടുത്ത പണി ഇതേ ഉള്ളൂ, പ്ലഗ് ഊരിയിട്ട്, അല്ലാതെ എന്ത് ചെയ്യാനാ? എന്താ നോക്കൂ നിങ്ങൾ, പ്രായമായിട്ടുള്ളവരാണ് ഇതിലിങ്ങനെ അഡിക്റ്റഡ് ആയിരിക്കുന്നത്. 99 വയസ്സായ മുത്തശ്ശൻ ചോദിക്കുക, അടുത്ത സീരിയൽ എപ്പോഴാണ് വരിക മോനെ എന്ന്. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുക, കാരണം അവർ എന്നാലും ബോധമില്ല. അംഗം കലിതം ഫലിതം തുണ്ടം ദശനവിഹീനം ചാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാദണ്ഡം. അതിപ്പോഴത്തെ ചിലതൊക്കെ കാണാൻ പോലും പറ്റില്ല, മനസ്സിലായില്ലേ? ചില ഫാഷൻ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. ശരിയാണത്. നോക്കൂ നിങ്ങൾ എവിടെ എത്തിച്ചു നമ്മൾ. അപ്പം അതുകൊണ്ട് ഭാരത സംസ്കാരം നമ്മുടെ കയ്യിലായിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഈ സുഖഭോഗങ്ങൾക്കുപരി മറ്റൊരു സുഖമുണ്ട്. ആ സുഖമാണ് ഏത്? ബ്രഹ്മസുഖം. എന്താണ് ആ ബ്രഹ്മസുഖം എന്ന് പറയുന്നത്? ഈ സുഖം എന്നതിന് എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആദ്യമായൊരു നിർവചനം കണ്ടെത്തിയത് ഭാരത ഋഷിമാരായിരിക്കും. സുഖം എന്നാൽ എന്താണ് അർത്ഥം എന്നറിയോ? ലയം എന്നാണ് അർത്ഥം. സുഖം എന്ന് പറഞ്ഞാൽ ലയം എന്നാണ്. നിങ്ങളുടെ മനസ്സ് ഏതിൽ ലയിക്കുന്നുണ്ടോ അതിൽ സുഖമുണ്ടാവും. ഏതിൽ ലയിക്കുന്നില്ലയോ അതിൽ നിങ്ങൾക്ക് ഒരിക്കലും സുഖം കണ്ടെത്താൻ പറ്റില്ല. പറ്റുമോ? ശരിയാണോ അത്? ഉറക്കത്തിൽ സുഖം അനുഭവിക്കണമെങ്കിൽ ഉറക്കത്തിലേക്ക് മനസ്സ് ലയിച്ചു ചേരണം. കഴിക്കുന്ന ഭക്ഷണത്തിൽ സുഖം കണ്ടെത്തണമെങ്കിൽ അതിലേക്ക് മനസ്സ് ലയിക്കണം. ചെയ്യുന്ന ജോലിയിൽ സുഖം കണ്ടെത്തണമെങ്കിൽ ആ ജോലിയിൽ മനസ്സ് ലയിക്കണം. ഇന്ന് ആളുകളുടെ മനസ്സ് ലയം കുറഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് ഉറക്കമില്ല, ചെയ്യുന്ന ജോലിയിൽ സുഖമില്ല. അതുകൊണ്ട് സുഖം കിട്ടാൻ, ലയം കിട്ടാൻ ഈ മനസ്സിനെ മരവിപ്പിക്കുന്ന അത്തരം വസ്തുക്കളിലേക്ക് അവർക്ക് പോവേണ്ടി വരുന്നു. അതാണ് മദ്യപാനം കൂടിക്കൂടി വരുന്നത്. ഈ മദ്യം അകത്ത് ചെല്ലുന്ന സമയത്ത് ആൽക്കഹോളിൻ്റെ ഇഫക്റ്റ് ബ്രെയിനിനെ മരവിപ്പിച്ച് കളയും. അപ്പോൾ പിന്നെ മനസ്സിനെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സുഖം അവർക്ക് തോന്നുകയാണ്. വാസ്തവത്തിൽ പലരും മദ്യം കഴിക്കുന്നത് മദ്യ ആസക്തി കൊണ്ടല്ല. വാസ്തവത്തിൽ അവർക്ക് അവരുടെ മനസ്സിനെ മറ്റൊന്നിലും ലയിപ്പിക്കാനുള്ള കഴിവില്ല. പാവം, അങ്ങനെ അഡിക്റ്റഡായി പോവാണ്. മനസ്സിലാവുണ്ടോ? ഈ ഉറക്കുഗുളിക കഴിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ? കാരണം അവർക്ക് സ്വയം ഉറക്കത്തിലേക്ക് മനസ്സിനെ ലയിപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് സുഖം കൂട്ടുക? എത്രത്തോളം മനസ്സ് ലയിക്കുന്നുണ്ടോ അത്രത്തോളം സുഖം കൂടും. അതാണ് അതിൻ്റെ രഹസ്യം. ചെറിയ കുട്ടികൾ നോക്കൂ, കുറേ നേരം സുഖമായി ഉറങ്ങണു, അത്രത്തോളം അവരുടെ മനസ്സതിൽ ലയിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പാവം പണ്ടത്തെ കുട്ടികളും ഇപ്പോഴത്തെ കുട്ടികളും തമ്മിൽ വ്യത്യാസമാണ്. പണ്ട് ടി വി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ അത് പതുക്കെ 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 കഴിക്കും.
അത് ഈ അമ്മമാരാ കുഴപ്പത്തിലാക്കുക, വേഗം കഴിക്കടാ എന്ന് പറഞ്ഞിട്ട് അതിനെ തീറ്റിക്കും. അതിനെ ഇപ്പം പിന്നെ TV വന്നപ്പോൾ പിന്നെ അതിൻ്റെ മുഖത്ത് നോക്കിയിട്ടായി കഴിക്കല്. ഇതിങ്ങനെ എറിയാൻ തുടങ്ങി. അതുകൊണ്ട് കുട്ടികളുടെ മനസ്സ് കുട്ടിക്കാലം മുതലേ ആ ലയം എന്നത് കുറഞ്ഞ് അവരും അസ്വസ്ഥരെ. അതുകൊണ്ട് 10-35 വയസ്സാകുമ്പോഴേക്കും ഹാർട്ട് കേടുവന്നു, ഷുഗർ കൂടി. ഞാൻ കഷ്ടം തോന്നും ഈ അമ്മമാരൊക്കെ അങ്ങനെ കുട്ടികളെ വളർത്തുന്നുവല്ലോ എന്ന്. എന്നോട് ഞാൻ ബാംഗ്ലൂരിൽ പോയ സമയത്ത് ഒരു പ്രോഗ്രാമിന് പോയപ്പം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പയ്യൻ പറയണ, എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നണമെന്ന്, എനിക്ക് ജീവിക്കേണ്ട സ്വാമി. ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ എക്സ്പേർട്ട് അല്ല എന്ന്. അല്ലാതെ എന്താ പറയുക, ഞാനെന്താ സൂയിസൈഡ് എങ്ങനെ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്ന ആളാണോ? ഫൂളിഷ്നെസ്. എന്തുകൊണ്ടാണ് അതൊക്കെ ചിന്തിക്കുന്നത്? അച്ഛനും അമ്മയും ആ മനസ്സിനെ ലയിപ്പിക്കാനുള്ള വഴികളൊന്നും പറഞ്ഞു കൊടുക്കണില്ല. ഇതാണ് നമ്മൾക്കിന്ന് പറ്റിയത്. അതുകൊണ്ട് എങ്ങനെയാണ് ആ മനസ്സിനെ ലയിപ്പിക്കേണ്ടത്? മനസ്സിനെ ലയിപ്പിക്കാനാണ് കുറച്ചു നേരം പ്രാണായാമം, കുറച്ചു നേരം ഓങ്കാര മന്ത്രമൊക്കെ ജപിച്ച് ഭഗവാനെയൊക്കെ സ്മരിച്ച് നാമസങ്കീർത്തനത്തിലേക്ക് ആരെ ലയിപ്പിക്കണം? മനസ്സിനെ ലയിപ്പിക്കണം. മനസ്സിനെ ലയിപ്പിക്കാൻ സാധിക്കും തോറും ബാക്കിയുള്ള സുഖങ്ങളൊക്കെ കൂടി വരും. സുഖം കൂട്ടാനതാ വഴി. മനസ്സിലായില്ലേ? നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ സുഖം ഉണ്ടാവും, ചെയ്യുന്ന ജോലിയിൽ സുഖം കിട്ടും, എന്തിലും സുഖം കിട്ടും നിങ്ങൾക്ക്, മറ്റുള്ളവരെക്കാൾ സുഖം കിട്ടും നിങ്ങൾക്ക്. ഇപ്പം നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. മറ്റുള്ളവരെക്കാൾ സുഖം. നമുക്ക് ബോറടിക്കുന്ന പ്രശ്നമില്ല. ചിലരൊക്കെ എന്നോട് ചോദിക്കും, സ്വാമി ഇങ്ങനെ ജോലി ചെയ്യണതെന്ന്. കാരണം ഞാൻ എക്സ്ട്രീം യാത്രയൊക്കെ ചെയ്ത് പ്രോഗ്രാം നടത്താറുണ്ട്. ഈ കൊല്ലം തന്നെ എനിക്ക് അമേരിക്കയിൽ ഒരു പ്രോഗ്രാം എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയില്ല. ഈ കാനഡയിൽ ഒരു ബോർഡർ ഉണ്ട്, വാൻകൂവർ എന്ന് പറയും. ആ വാൻകൂവറിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് 7 മണിക്കൂർ ഫ്ലൈറ്റാണ്, അറ്റ് സ്ട്രെച്ച്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് പ്രോഗ്രാം നടത്തി, അവിടുന്ന് ഇങ്ങോട്ട് പ്രോഗ്രാമിന് വന്ന് വീണ്ടും അടുത്ത ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് 6 മണിക്കൂർ വീണ്ടും യാത്ര ചെയ്തിട്ട് അങ്ങനെയൊക്കെ എക്സ്ട്രീം യാത്രയൊക്കെ ചെയ്തിട്ട് പ്രോഗ്രാം നടത്താറുണ്ട്. അപ്പം ഇതെങ്ങനെയൊക്കെ സാധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ എവിടെയാണോ അതിൽ ലയിപ്പിക്കാൻ പഠിക്കുക. അതിൻ്റെ വഴിയുള്ളൂ, വേറെ വഴിയില്ല. മനസ്സ് ലയിപ്പിക്കണം, ഇതാണ് അതിൻ്റെ രഹസ്യം. ഇപ്പം എവിടെയാണ് മനസ്സ് ലയിക്കേണ്ടത്? ഉള്ളിൽ ലയിപ്പിക്കണം. അതിനാണ് നമ്മൾ കുറച്ചു നേരം ഡീപ്പ് ബ്രീത്തിങ് ചെയ്യണം, ഓങ്കാര മന്ത്രം ചെല്ലണം, ഭഗവാന്റെ ഏതെങ്കിലും ഒരു കീർത്തനമോ നാമമോ രൂപമോ ഒക്കെ ഭാവന ചെയ്ത് അതിലേക്ക് മനസ്സിങ്ങനെ ലയിപ്പിക്കുക. നോക്കൂ, നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഉറക്കത്തിന് ഒരു മരുന്നും കഴിക്കണ്ട, ഒരു മരുന്നും വേണ്ടി വരില്ല, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും. ഇന്ന് ഡോക്ടർമാർ പറയുന്നത് എന്താണെന്നറിയോ? മെഡിക്കൽ ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾക്ക് സുഖമായ ഉറക്കം ഉണ്ടെങ്കിൽ രോഗം കുറയുന്നതാണ്. പലർക്കും രോഗം കൂടാൻ കാരണം വേണ്ടത്ര ഉറക്കമില്ല. സപ്താഹത്തിന് ഉറക്കമില്ലാത്തതിന് കാരണം എനിക്ക് മനസ്സിലാവും, ചെയർ പിടിക്കണം എന്നുള്ളത്. ചിലർക്ക് ആ ചിന്തയിലാണ് വരുന്നത്. രാവിലെ ആകുമ്പോഴേക്കും ഓടി വരണം, ചെയർ പിടിക്കണം. അത് നമുക്ക് അറിയാം. പക്ഷെ വീടുകളിലും കിടന്നിട്ട് ഉറക്കമില്ലാത്തതിൻ്റെ പേരിൽ ഉറക്കുകുളിക്കുക. ചിലർക്ക് ഉറക്കമില്ലാത്തതിൻ്റെ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടേ ഇല്ല. ഒരു ഭാര്യ ഭർത്താവിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ ഭർത്താവിന് തീരെ ഉറക്കമില്ല, കുറേ ദിവസമായി ഇദ്ദേഹത്തിന് ഉറക്കമില്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താ ഇദ്ദേഹം ചെയ്യണത്? പറഞ്ഞു, ഇദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്, അവിടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, മാനേജറാണ്. പാവം വലിയ ടെൻഷനാണ് ഡോക്ടർ, ഒരു തരത്തിലും ഉറക്കമില്ല. ചോദിച്ചു, നിങ്ങളെന്താ ചെയ്യണത്? ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം വീട്ടിൽ വന്നാൽ രാത്രി ഒരു 10 മണിക്ക് വരും, പിന്നെ മേലൊക്കെ കഴുകി ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ നേരത്ത് ഞാൻ ഓരോ കുടുംബകാര്യങ്ങളൊക്കെ പറയും. പാവം ഇദ്ദേഹത്തിന് ഉറക്കം കിട്ടണേ ഇല്ല. പറയുന്ന പിന്നെ നിങ്ങൾ ഉറങ്ങാറുണ്ടോ ചോദിച്ചു. ഞാനും രാത്രി ഉറക്കം കുറവാണ്, കാരണം പകൽ കിടന്നുറങ്ങുന്നതാണ്. കാരണം ഇദ്ദേഹം ഇല്ലല്ലോ. ഇതൊക്കെ കേട്ട് അവസാനം ഡോക്ടർ ഇവരോട് പേര് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? മീനാക്ഷി. എന്നിട്ട് ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് പറഞ്ഞു, തൽക്കാലം നിങ്ങൾ കഴിക്കൂ മരുന്ന്. അല്ല ഡോക്ടറെ, ഞാനല്ല രോഗി, എൻ്റെ ഭർത്താവാണ് പറയണ. പാവം ഭർത്താവിന് ഉറക്കം കിട്ടാത്തത് നല്ല ഉറക്കത്തിലാണ് വരുന്നതേ. പിന്നെയും കുലുക്കി പറയും, കേക്ക് മനുഷ്യയാണ്. എന്നിട്ട് അവൾ എന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? ഇതിങ്ങനെ കേക്ക് മനുഷ്യ പറയുമ്പോൾ പാവം ഉറക്കം പോയി പിന്നെ ഉറക്കമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നല്ലത് അയാൾ ഉറങ്ങുകയല്ല, നല്ലത് നിങ്ങൾ ഉറങ്ങിയാൽ മതി, എന്നാൽ പാവം അയാൾക്ക് ഉറക്കം കിട്ടും. ചിലരുടെ കാര്യത്തിൽ ശരിയാണ്.